മൂന്നാം പക്കം എന്ന് പറയുന്ന സിനിമ കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല. ജയറാമിൻ്റെ രണ്ടാമത്തെ സിനിമ, പത്മരാജൻ്റെ മികച്ച സിനിമകളിലൊന്ന്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്നാൽ ഇതൊന്നും അല്ലാത്ത വേറൊരു പ്രത്യേകത ഈ സിനിമയ്ക്കുണ്ട്. രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. മൂന്നാം പക്കം സിനിമയിൽ ഏറ്റവും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു ഉത്തരം പറയാൻ പറ്റില്ല. കാരണം അതിൽ നായകൻ ജയറാമാണ്, പുതുമുഖമായിരുന്ന ജയറാമാണെന്ന് നായകനെങ്കിലും ശരിക്കും അതിൽ ഒരു ശക്തമായിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്തത് നമ്മുടെ നടൻ തിലകനാണ്. തിലകൻ്റെ ഒരു ഗംഭീര ക്യാരക്ടർ തന്നെയാണ് അതിൽ. പിന്നെ അതേപോലെ തന്നെ തിലകൻ്റെ പോലെ തന്നെ അതിൽ വളരെ പ്രാധാന്യം നിറഞ്ഞൊരു റോളാണ് ചെയ്തത് നമ്മുടെ ജഗതി ശ്രീകുമാർ. ജഗതിയുടെ ഒരു ഉഗ്രൻ ക്യാരക്ടർ തന്നെയാണ് അതിൽ. എനിക്കൊണ്ട് പത്മരാജൻ്റെ സിനിമകളിൽ ഒരു മികച്ച ഒരു ക്യാരക്ടർ റോൾസ് എടുത്തു കഴിഞ്ഞാൽ, ഒരു 5-6 ക്യാരക്ടർ റോൾസ് എടുത്തു കഴിഞ്ഞാൽ അതിലൊന്ന് മൂന്നാം പക്കത്തിലെ ജഗതിയുടെ ക്യാരക്ടറായിരിക്കും. ജഗതിയുടെ തന്നെ കരിയറിൽ എനിക്ക് തോന്നുന്നു അതിനുശേഷം 90-കൾക്ക് ശേഷമൊക്കെ ഒരുപാട് സിനിമകളിൽ ക്യാരക്ടർ റോളുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും 80-കളിൽ കൂടുതൽ ജഗതി ചെയ്തിരിക്കുന്നത് കൂടുതലും ഹ്യൂമർ ക്യാരക്ടറാണ്. പക്ഷേ ഇതിൽ തന്നെ ഹ്യൂമറും ഇമോഷൻസും എല്ലാം കൂടി ഉള്ള ഒരു ക്യാരക്ടറാണ് ജഗതി ചെയ്തത്. ഈ സിനിമയിൽ ജഗതി ശ്രീകുമാറിൻ്റെ മകനും ജഗതി ശ്രീകുമാറിൻ്റെ അച്ഛനും അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ അപൂർവമായിട്ട് മാത്രമാണ് സംഭവിക്കാറുള്ളത്. ഇതിൽ തിലകൻ്റെ ഒരു സുഹൃത്തായിട്ട് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് ജഗതി ശ്രീകുമാറിൻ്റെ അച്ഛൻ, ജഗതി NK ആചാരി. അദ്ദേഹം നമുക്കറിയാം വലിയൊരു മഹാനായ കലാകാരനായിരുന്നു. അദ്ദേഹം നാടകത്തിലൂടെയും ഓൾ ഇന്ത്യ റേഡിയോയിലൂടെയൊക്കെ വന്ന് നല്ല എഴുത്തുകാരനും നടനും സംവിധായകനും ഒക്കെ ആയിരുന്നു. ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു വലിയൊരു മനുഷ്യൻ തന്നെയായിരുന്നു. അദ്ദേഹം അതിലൊരു വേഷം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹം പത്മരാജൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. കാരണം പത്മരാജൻ നമുക്കറിയാം ആകാശവാണിയിൽ ആണ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ആകാശവാണിയിൽ തന്നെ അതിലൂടെ ഒരുപാട് കലമ്പം നമ്മൾ പറയുമ്പോൾ KPSCയിലെ ഇതിലൂടെയും മറ്റ് നാടകങ്ങളിലൂടെ വേദികളിലൂടെ ഒരുപാട് നടന്മാർ സിനിമയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ ആകാശവാണി അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ എത്രയധികം മീഡിയ ഒന്നുമില്ല. അന്നൊരു ആകാശവാണിയിലൂടെയാണ് എല്ലാവരും എന്താ പറയുക വാർത്തകൾ അറിയണതും പാട്ടുകൾ കേൾക്കുന്നതും ഒക്കെ റേഡിയോയിലൂടെയാണ്. ആകാശവാണിയിലൂടെ വന്ന പ്രധാനപ്പെട്ട ആളുകളിലൊന്നാളായിരുന്നു ജഗതി NK ആചാരി. അപ്പോൾ മൂന്നാം പക്കം സിനിമയെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ ഈ ജഗതിയുടെ അച്ഛൻ, ജഗതി ശ്രീകുമാറിൻ്റെ അച്ഛൻ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ജയറാമിൻ്റെ കുട്ടിക്കാലം നമുക്കറിയാം. അതിൽ ആ ഉണരുമീ ഗാനം എന്ന് പറയുന്ന ആ ഒരു പാട്ട് സീനിൽ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നതിൽ ജയറാമിൻ്റെ കുട്ടിക്കാലം കാണിക്കുന്നുണ്ട്. അതിൽ ജയറാമിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചത് വേണുനാഗവള്ളിയാണ്. അതിൽ ജയറാമിൻ്റെ കുട്ടിക്കാലം ചെയ്തത് ജഗതി ശ്രീകുമാറിൻ്റെ മകൻ രാജ്കുമാറാണ്. ഇന്ന് ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അദ്ദേഹം മീഡിയയിലൊക്കെ ഒരുപാട് വരാറുണ്ട്. അദ്ദേഹം എനിക്ക് തോന്നുന്നു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. പിന്നീട് ഒരു പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ആഡ് ഫിലിംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ജഗതി ശ്രീകുമാർ 2 മക്കളാണ്. അതിൽ മൂത്ത മകനാണ് രാജ്കുമാർ. അപ്പോൾ ഈ ഒരു അന്ന് എനിക്ക് തോന്നുന്നു അത് ഒരുപാട് പേർക്ക് അറിയില്ല. പിന്നീട് TV-യിലൊക്കെ വന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയാണ് വീണ്ടും ഞാനത് കണ്ടത് സോഷ്യൽ മീഡിയയിലാണ്. കാരണം ഞാനും ഈ രീതിയിൽ ചിന്തിച്ചിരുന്നില്ല. കാരണം 3 തലമുറകൾ ഒരുമിച്ച് ഒരു സിനിമയിൽ വന്നു എന്ന് പറയണത് എനിക്ക് തോന്നുന്നു എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല മലയാളത്തിൽ അങ്ങനെ വേറെ ഇതുകൊണ്ടോന്നു. കാരണം ജഗതി ശ്രീകുമാറിൻ്റെ മകൻ, ജഗതി ശ്രീകുമാറിൻ്റെ അച്ഛൻ, അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരുമിച്ച് അച്ഛനും മക്കളും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം തിലകനും ഷമ്മി തിലകനും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. സിദ്ദിഖ് മകൻ, മുകേഷ് മകൻ, അങ്ങനെ ഇപ്പോൾ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്. പ്രൈം മിനിസ്റ്ററിൻ്റെ മകൻ ഒരുമിച്ച് അഭിനയിച്ചു. ലാലേട്ടൻ്റെ മകനെ നമ്മൾ ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷേ 3 ജനറേഷൻ ഒരുമിച്ചിട്ട് എത്ര സിനിമകൾ അങ്ങനെ എത്ര പേര് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. തെലുങ്കിൽ നാഗാർജുനയുടെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു സിനിമയിലെ നാഗാർജുനയുടെ മകൻ, 2 മക്കളും നാഗാർജുനയുടെ അച്ഛൻ നാഗേഷ് റാവു ഒരുമിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ മലയാള സിനിമയിൽ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാം. എന്തായാലും മൂന്നാം പക്കം എന്ന് പറയുന്ന ഒരു സിനിമ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സിനിമയാണ്. അതിൽ ജയറാമിൻ്റെ ഒപ്പം തന്നെ അശോകനും റഹ്മാനും ഒക്കെ ഗംഭീരമായിട്ടും അതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. റഹ്മാനൊക്കെ ഒന്ന് ഹീറോ ആയിട്ട് തിളങ്ങി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ജയറാമിൻ്റെ സുഹൃത്തായിട്ട് അതിൽ പത്മരാജൻ എന്ന് പറയുന്ന ആ ഒരു വലിയ കലാകാരനോട്, ഗുരുവിനോടുള്ള ഇതിൻ്റെ പുറത്ത്, സ്നേഹത്തിൻ്റെ പുറത്ത് തന്നെയാണ് റഹ്മാനൊക്കെ ആ റോള് ചെയ്തത്. അപ്പോൾ ശരിക്കും പത്മരാജൻ മരിച്ചിട്ട് ഇപ്പോൾ എത്രയോ വർഷമായി. നമ്മളതിൻ്റെ പത്മരാജൻ്റെ കുറിച്ചൊക്കെയുള്ള പത്മരാജൻ നടക്കാതെ പോയ സ്വപ്നങ്ങൾ എന്ന് പറയുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും മൂന്നാം പക്കം എന്ന് പറയുന്ന ഒരു സിനിമ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സിനിമയാണ്. അതിൽ ഇളയരാജയുടെ മ്യൂസിക്, G വേണുഗോപാൽ, പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് ആ സിനിമയെക്കുറിച്ച്.
എന്തായാലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 3 തലമുറകൾ ഒരുമിച്ച് അഭിനയിച്ച വേറെയും സിനിമകൾ ഉണ്ടെങ്കിൽ ജഗതി എനിക്ക് ആചാരി എന്ന് പറയുന്ന ആ ഒരു വലിയ കലാകാരനെ കുറിച്ച് അദ്ദേഹം എനിക്കൊണ്ട് പത്മരാജന്റെ തന്നെ ദേശാടനക്കിളി കരയാറില്ല എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്കൊണ്ട് ഇവരൊക്കെ ആ ഒരു ആകാശവാണി കൂട്ടുകെട്ടാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ജഗതി ശ്രീകുമാറിന്റെ അച്ഛൻ വേണുനാഗവള്ളി, പത്മരാജൻ, ഒരു എന്താ പറയുക, ആകാശവാണിയിൽ ഒരുപാട് വർഷം വർക്ക് ചെയ്ത ഒരു സൗഹൃദമൊക്കെ അവർക്കുള്ളതാണ്. ഇവരുടെയൊക്കെ ശബ്ദം നമുക്കറിയാം. പണ്ട് ആകാശവാണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദത്തിലൂടെയാണ് പ്രേക്ഷകരെ അല്ല ഇവരൊക്കെ ആൾക്കാർ, പ്രേക്ഷകർ അല്ലെങ്കിൽ ആസ്വാദകരൊക്കെ തിരിച്ചറിഞ്ഞിരുന്നത് ഇവരുടെ ശബ്ദം. അത്ര ഗംഭീരമായിട്ടുള്ള ശബ്ദം തന്നെയായിരുന്നു ഇവരുടെയൊക്കെ ഭാഷ. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഇവരൊക്കെ മികച്ച എഴുത്തുകാരായിട്ടും മാറിയത്. എന്തായാലും ഇതുപോലത്തെ രസകരമായിട്ടുള്ള നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുക. മൂന്നാം പക്കം എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തായാലും വീണ്ടും ഒന്നുകൂടിയും കാണാം. ഇപ്പം ഞാനീ പറഞ്ഞ ആ സീൻസൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ.